ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പോൾ 5 മണിയായിട്ടായിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു ദിവസത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം 5 മണിയായി എണീച്ചിട്ട് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാട്ടോ. അപ്പോൾ രാവിലെ നടക്കാൻ ഇറങ്ങിയതാട്ടോ. കുറച്ച് സമയം ഒന്ന് നടക്കുന്നത് ഇപ്പോൾ പതിവാട്ടോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കുറച്ച് സമയം നടന്നിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡ് വഴിയാട്ടോ ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടക്കും. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പതിവ് കണ്ടോ, അമ്മയുടെ ഫോട്ടോത്തൊന്ന് വയ്ക്കാനുള്ള പൂക്കളാട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് നമുക്ക് ഇനി ഫോട്ടോത്തിൻ്റെ അവിടെ വെക്കണം. ഇതെല്ലാ ദിവസമുള്ളൊരു പതിവാട്ടോ. അപ്പോൾ നടന്ന് വന്ന് ഒന്ന് ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ ഈ പൂക്കൾ ഞാൻ പൊട്ടിക്കും. ഇത് അമ്മയുടെ ഫോട്ടോത്തിൻ്റെ അവിടെ വയ്ക്കും. ഓക്കെ. അപ്പോൾ ഞാനൊക്കെ പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായിട്ട് വരാം. എൻ്റെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നടത്തിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി നന്ദുവിനെ എണിപ്പിക്കണം, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ. ഇനി അടുത്ത നമ്മുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ അടിച്ച് ക്ലീൻ ആക്കുക എന്നുള്ളതാട്ടാ. ചൂലെടുത്ത് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വീടൊക്കെ ഒന്ന് മൊത്തം എൻ്റെ റൂമും നമ്മുടെ ഹോളും എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. തുടക്കില്ല കേട്ടോ, തുടക്കുന്നില്ല. അത് ആഴ്ചയിലൊക്കെ ഒരു ദിവസം തുടക്കുള്ളൂ. അപ്പോൾ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഞാനൊന്ന് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ. അങ്ങനെ അടുക്കളയിലുള്ള പണികളിലേക്ക് രാവിലെ നന്ദു പോകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആവണം. എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണം. അപ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ആ ഒരു തിരക്ക് പിടിച്ച 5 മണിക്ക് എണീച്ചാലും ചില സമയത്ത് തിരക്ക് പിടിച്ച നെട്ടോട്ടായിരിക്കും കേട്ടോ രാവിലെ. അവനെ സ്കൂളിൽ വിടണ്ടേ നേരത്തെ. അവന് 8:30 സ്കൂൾ ബസ് വരും കേട്ടോ. അപ്പോൾ അടുക്കളയിൽ കയറി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ? ഇന്ന് ദോശ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇന്നലെ ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിന്ന് ബ്രെഡ് പൊരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള പരിപാടികളാണ്. ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്രെഡ് പൊരിക്കണം. ഓക്കെ. അപ്പോൾ അതിനുള്ള പരിപാടികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ബ്രെഡ് പൊരിക്കുക കേട്ടോ. ബ്രെഡ് പൊരിക്കുകയാണ്. ചായ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് മൈദയിലും കോഴിമുട്ടയിലും മുക്കിയിട്ട് പൊരിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മുക്കി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചെറിയ പാനായതുകൊണ്ട് കേട്ടോ 2 എണ്ണ ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാൻ മൈദ കോഴിമുട്ട മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് പൊരിച്ച് എടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ പയറും പപ്പക്കായ കേട്ടോ ഇന്ന് വെക്കുന്ന കറിയായിട്ട്. പിന്നെ ഇതേപോലെ തന്നെ കൊഴുവ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് അടുപ്പത്ത് ഇടണം. ചോറ് ലാസ്റ്റ് ഇടുള്ളൂ. റൈസ് കുക്കറിൽ ഇറക്കി വെക്കാനാണ്, തെർമൽ കുക്കറിൽ ഇറക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ അത് ലാസ്റ്റേ വയ്ക്കുള്ളൂ. അപ്പോൾ ഈ പയർ റെഡി ആവട്ടെ. അപ്പം നമുക്ക് കൊഴുവ വറുത്തെടുക്കണം. അപ്പം നമ്മുടെ നന്ദു എണീച്ച് വന്നിട്ടുണ്ട് കേട്ടാ. നന്ദു പോയിട്ട് ഫ്രഷായി. ഉറക്കം പോയിട്ടില്ല എൻ്റെ നന്ദു. പോയി ഫ്രഷായിട്ട് വന്നേ മോൻ്റെ പല്ലൊക്കെ തേച്ചിട്ട് വാ. അപ്പം നന്ദു എണീച്ച് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അടുക്കളയിലെ പണി, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ഒതുങ്ങിയിട്ടാ. അപ്പം ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. പയർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പയറും പപ്പക്കായ കേട്ടാ. പപ്പക്കായ ഓമക്കായ എന്നൊക്കെയാണ് നിങ്ങൾ പറയുക. ഞങ്ങളിവിടെ പപ്പക്കായ എന്ന് പറയുക. അപ്പം അത് പാത്രങ്ങളൊക്കെ തലേ ദിവസം തന്നെ രാത്രി തന്നെ കഴുകി വയ്ക്കുന്നതുകൊണ്ട് വലിയ പണിയില്ല. പിന്നെ അതേപോലെ തന്നെ അരിയാനുള്ള എന്തെങ്കിലും തോരനുള്ളതോ അല്ലെങ്കിൽ ഇതേപോലെ പപ്പക്കായ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞ് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് രാവിലെ അതൊക്കെ എളുപ്പാട്ടാ. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നന്ദു കുളിക്കാനും ഫ്രഷാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി നമ്മുടെ കുഞ്ഞനെ കാണണ്ട എല്ലാവർക്കും. കുഞ്ഞൻ്റെ കൂട് വൃത്തിയാക്കണം. അത് കുളിക്കുന്നതിന് മുമ്പേ കൂട് വൃത്തിയാക്കുള്ളൂ. പിന്നെ നമ്മുടെ ജിംബ്രൂട്ടനും ടീംസിനൊക്കെ ഫുഡ് കൊടുക്കണം. കുഞ്ഞിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവർക്ക് രാവിലെ ഇവിടെ എന്താ ഉണ്ടാക്കണേ ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെയാട്ടോ അവർക്കും കൊടുക്കുക. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് തേക്കണം. ഇനി ഡ്രസ്സ് തേക്കാനുള്ള പരിപാടികൾ. പിന്നെ തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേക്കണം. നന്നായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് എല്ലാ പണിയും ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോവുക. എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ചില സമയത്ത് മാത്രമേ ചെടികളൊക്കെ പരിപാലിക്കാൻ സമയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ വന്നിട്ടായിരിക്കും, ജോലി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും അതൊക്കെ ചെയ്യുക.
ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഷർട്ട് തേക്കട്ടെ കേട്ടാ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ ഒതുങ്ങി. ഇനിയിപ്പോൾ അതേ പയർ കുക്കറിൽ ഇട്ടിട്ടുണ്ട്, ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചായക്കുള്ള കടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ള എൻ്റെ ഡ്രസ്സ് തേക്കൽ കാര്യങ്ങൾക്കൊക്കെ പോവാണ്. അപ്പം നമ്മുടെ നന്ദു പോവാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദു ഹായ് പറഞ്ഞ എല്ലാവർക്കും. നന്ദു എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പൊ നന്ദു ബ്രെഡും ചായയും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞ നന്ദു. അപ്പൊ അവൻ ചായ കുടിക്കട്ടെ. അപ്പൊ നമ്മുടെ പയറ് കറി റെഡിയാക്കാനുള്ള പരിപാടി കേട്ടോ. പയറ് കുക്കറിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ പയറ് കറി റെഡിയാക്കണം. ഇനി ചോറ് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് വെക്കണം. അപ്പം ഞാൻ കുളിച്ച് വരുമ്പോഴത്തേനും റെഡി ആയി വരുമ്പോഴത്തേനും ചോറായിട്ടുണ്ടാവും. അപ്പം അത് വാർക്കല്ല, ഇവിടെ കൊട്ടക്കയിൽ കൊണ്ട് ഊറ്റുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ മാറ്റി വെക്കണം. റൈസ് കുക്കറിൽ തന്നെ വെക്കും, ചൂട് പോകാതിരിക്കാൻ. ഞങ്ങൾ വൈകിട്ടും രാത്രി വേറെ ചോറ് വെക്കില്ല, ഇത് തന്നെയാണ്. പിന്നെ എന്തെങ്കിലും വേറെ നന്ദൂന് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ പയറ് കറി, പയറ് പപ്പക്കായ കറിക്ക് വേണ്ടിയിട്ടുള്ള സവോള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. വെളുത്തുള്ളി ഉണ്ട്, കുറച്ച് ഇഞ്ചി അങ്ങനെ ഇടാറില്ല, എന്നാലും എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമാണ്. ഓക്കെ, ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പയറ് കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പയറും പപ്പക്കായും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡിയായിട്ട് ചോറും കൂടി റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലത്തെ ഒരുവിധം പണികൾ ഒതുങ്ങി എനിക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നന്ദു എന്താ റൂമില് എന്തിട്ടാ കണ്ട? അവൻ എന്നും പോകുമ്പോൾ 5 രൂപ വേണം. എൻ്റെ പേഴ്സ് എടുത്തിട്ടാ വരുന്നത്. അതിലുണ്ടോ നോക്കിയ ചില്ലറ? ആ, എന്തിനാ 5 രൂപ? ആ ശരി. അവൻ എന്നും പോകുമ്പോൾ അവൻ എന്തെങ്കിലും ചില്ലറ വേണം, സിപ്പപ്പോ സ്റ്റിക്കറോ എന്നൊക്കെ പറഞ്ഞിട്ട്. ബാഗൊക്കെ റെഡിയാക്കിയാ പോവാന്? ഓക്കെ. അപ്പൊ നന്ദു സ്കൂളിൽ പോവാ. എല്ലാവരോടും ടാറ്റ പറഞ്ഞേ. ഓക്കെ, പോയിട്ടാ. അപ്പൊ അവനിവിടെ എന്താ പറയാ, ഇവിടെ മുറ്റത്ത് തന്നെ ഇറങ്ങുമ്പോൾ വഴിയിൽ തന്നെ വണ്ടി വരും. അപ്പോൾ വണ്ടി വരാനായിട്ട് അവൻ വെയിറ്റ് ചെയ്യാനായിട്ട് പോവാട്ടാ. അപ്പം നമ്മുടെ അത് ജിംബ്രൂട്ടനെ വന്നിട്ടുണ്ട് കേട്ടാ. ജിംബ്രൂട്ടനെ ഇന്ന് സമയം ഉണ്ടെങ്കിലോ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വാടാ വായോ ജിംബ്രൂ, എവിടെ പോണേ? അവൻ എൻ്റെ സർക്കീറ്റിന് പോവാട്ടാ. പിന്നെ ദേ നമ്മുടെ കുഞ്ഞാപ്പിയാണ്, കുഞ്ഞന് ഫുഡ് കൊടുക്കണം. കുഞ്ഞാപ്പിക്ക് കുഞ്ഞു വിശക്കുന്നുണ്ടാ കുഞ്ഞാപ്പിയെ? വിശക്കുന്നുണ്ടാ? നീ എന്തെങ്ങനെ കെടുക്കണേ? വീഡിയോയിൽ എന്തെങ്ങനെ കെടുക്കണേ? നാണല്ലാത്തവനെ. അപ്പോൾ ഇവന് ഫുഡ് കൊടുക്കണം കേട്ടോ. ജിംബ്രൂട്ട് എന്തേ സർക്കീറ്റിന് പോയിട്ടുണ്ട്, ഇവന് ഫുഡ് കൊടുക്കണം. ബാക്കിയുള്ള നമ്മുടെ കുട്ടാപ്പീൻ്റെ ടീമൊന്നും എത്തിയിട്ടില്ല. എന്തേ ഉണ്ടാടാ? എല്ലാവരോടും ഹായ് പറഞ്ഞ്, ഹായ് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പണികൾ, അടുക്കളയിലത്തെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങി. നമ്മുടെ ചെടികളൊക്കെ വേണ്ട. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് അതിന് വെള്ളം ഒഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇനി നമ്മുടെ കുഞ്ഞന് ഫുഡ് കൊടുക്കണം, ജിംബ്രൂട്ടന് ഫുഡ് കൊടുക്കണം. ജിംബ്രൂട്ടൻ്റെ ഇവിടെ പൊട്ടിയിട്ടുണ്ടല്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കല്ലാരോ എറിഞ്ഞിട്ട്. അപ്പോൾ അവന് ബെറ്റാഡിൻ ലോഷൻ ഉണ്ട്, അപ്പോൾ അത് വെച്ച് കൊടുക്കണം. കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നന്ദു ഇതേ സ്കൂൾ വണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ കാര്യങ്ങൾ. ഇനി എനിക്ക് വേഗം കുളിക്കണം, കുളിച്ച് ഫ്രഷായിട്ട് വരണം. അപ്പോഴത്തേനും ചോറ് റെഡി ആയിട്ടുണ്ടാവും, അത് ഊറ്റി വയ്ക്കണം, എന്നിട്ട് നേരെ ജോലിക്ക്. ഓക്കെ, അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാ കേട്ടോ. ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് കാണാം. ഓക്കെ, ഹായ്. അപ്പം എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു, കുളിച്ച് ഫ്രഷായി ഇതേ വർക്കിന് പോകാൻ നിൽക്കുകയാണ്. കുറച്ച് ലേറ്റായിട്ടാ. അപ്പോൾ പോയി വന്നിട്ട് കാണാം. ഇതൊക്കെയാണ് രാവിലത്തെ എൻ്റെ ഒരു ദിവസത്തെ നമ്മുടെ റുട്ടീൻ.
അപ്പോൾ ഇനി വൈകിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ വേറെ വീഡിയോയിൽ കാണിക്കാം. ഇതാണ് ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന രാവിലത്തെ എൻ്റെ പരിപാടികൾ, ഒരു ദിവസത്തെ രാവിലത്തെ പരിപാടികൾ. ഇനിയിപ്പോൾ ജോലിക്ക് പോയി വന്നിട്ട് ഇനി രാത്രിക്കത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ.